നമസ്കാരം, ഞാൻ മൃണാൽ. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ദാസപ്പേട്ടൻ്റെ കടയിലാണ്. ഇവിടുത്തെ ഫുഡ് ഇപ്പം കഴിച്ചിട്ട് ആ ചോറിന് ഒട്ടും വേവില്ല ഗൈസ്, ചോറിന് ഒട്ടും വേവില്ല. പിന്നെ സാമ്പാറിനടുത്ത് കഷ്ണങ്ങളില്ല, പിന്നെ പുളിശ്ശേരിക്കകത്തിൽ ഒട്ടും പുളിയില്ല, രസത്തിനാണെങ്കിൽ ഒട്ടും രസമില്ല, പിന്നെ ബീഫ് ഏകദേശം ബീഫിനെ പോലെ ഇരിക്കുന്നത്. ഇവിടൊക്കെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് വന്ന് കഴിക്കുന്നത് എനിക്കറിയില്ല. ഇവിടെ വന്ന് കഴിക്കുന്നതിൻ്റെ ജന്മം പോയി എന്ന് എനിക്ക് പറയുള്ളൂ. പിന്നെ വൃത്തിയുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഫുള്ള് ഈച്ചയും അതും ഇതൊക്കെയാണ്. ഇവിടൊക്കെ ഒരു മനുഷ്യൻ എങ്ങനെ കഴിക്കുന്നു? മിനാളി ചേട്ട, ബിരിയാണി ഒരു സുഖമില്ല, ബിരിയാണിക്ക് സുഖമില്ല. ഒന്നീ മോൻ നല്ല ബിരിയാണി കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ മേടിച്ച ബിരിയാണി നീ കഴിച്ചില്ല, അല്ലെങ്കിൽ മേടിച്ച ബിരിയാണി അത് കേടായി പോയി കാണും, അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വയ്ക്കുന്ന ഞങ്ങളെ കുറിച്ചാണോ മോനെ നീ കുറ്റം പറയുന്നത്? നിന്നെ ബ്ലോക്ക് ചെയ്യും ഞാൻ. ചേട്ടൻ്റെ കടയിൽ ഈച്ച, ഞങ്ങളുടെ കടയിൽ ഈച്ച ഒന്നും ഇല്ല, ഇതൊക്കെ ചുമ്മാ രണ്ടൊക്കെ പറഞ്ഞ് ഇതാക്കുന്നതാ ചേട്ടാ. ഈച്ചയുടെ വീഡിയോ യൂട്യൂബിൽ വൈറലാണ്. ആടാ, ചിലപ്പോൾ എൻ്റെ കടയിൽ ഈച്ച ഉണ്ടാവും, ചിലപ്പോൾ എൻ്റെ കടയിൽ ബീഫ് കായ്ക്കത്തിൽ ബീഫ് ഉണ്ടാവത്തില്ല, ചിലപ്പോൾ എൻ്റെ കടയിൽ തണുത്ത ഫുഡായിരിക്കും കൊടുക്കുന്നത്, ചിലപ്പോൾ എൻ്റെ കടയിൽ കാർ പാർക്കിംഗ് ഉണ്ടാകത്തില്ല. നീയൊക്കെ വേണേ വന്ന് ഫുഡ് കഴിച്ചാൽ മതി കേട്ടോ. നീയൊക്കെ വേണേ വന്നിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ മതി. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റെസ്റ്റോറൻ്റാണിത്. വേണേ നീയൊക്കെ ഇവിടെ ഒന്ന് ഫുഡ് കഴിച്ചാൽ മതി. ഒരു പാവപ്പെട്ടവങ്ങൾക്ക് വേണ്ടി എന്തിനേക്കൊന്നും ഒരാൾ ഒരു പണക്കാരൻ എന്തെങ്കിലും ചെയ്യാമെന്ന് വെക്കുമ്പോൾ നിനക്കൊക്കെ അഹങ്കാരം. എന്നെപ്പോലെ ഒരു നല്ല മനുഷ്യന്മാരൊക്കെ എങ്ങനെയാണോ ഈ ലോകത്ത് ജീവിക്കുന്നത്? ടൈം കട്ട്.